എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അതായത് ഡിസംബർ 12-ാം തീയതി പ്രസിദ്ധീകരിക്കും. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ ഡിസംബർ 16-ാം തീയതി വരെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതും അത് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖയോ വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഡിസംബർ 17-ാം തീയതി വരെ, അതായത് ശേഷമല്ല, ഈ ഒരു അലോട്ട്മെൻറ്റ് വന്ന ശേഷം ഡിസംബർ 17-ാം തീയതി വരെ, അതായത് നാളെ ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡിസംബർ 17-ാം തീയതി വരെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് ഡിസംബർ 17-ാം തീയതി വരെയാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഡിസംബർ 17-ാം തീയതി വൈകുന്നേരം 4 മണിക്കും വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സംശയങ്ങളായിരിക്കും. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജിലാണോ കിട്ടിയുള്ളത്, അപ്പോൾ അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും? അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്ത് പിന്നീട് ആ ഒരു കോളേജിൽ താല്പര്യമില്ല എങ്കിൽ പിന്നീട് നിങ്ങൾ അടച്ച പൈസ തിരിച്ചു തരുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സംശയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട ആ ഒരു സംശയത്തിലേക്ക് വരാം. അതായത് വിദ്യാർത്ഥികൾക്ക് ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി, എന്നാൽ ആ ഒരു കോളേജ് നിങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ അഡ്മിഷൻ എടുക്കണോ വേണ്ടിയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും നിങ്ങൾ അവിടെ ആ ഒരു കോളേജിൽ അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് തീരെ പഠിക്കാൻ താല്പര്യമില്ല, അതായത് നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു കോഴ്സ് പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് വേണ്ട എങ്കിൽ പിന്നീട് വെറുതെ ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം നിങ്ങൾക്ക് പിന്നീട് ആ ഒരു കോഴ്സ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ പിന്നീടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പല വിദ്യാർത്ഥികൾക്കും ആദ്യം ഒരു കോഴ്സ് ഇഷ്ടമില്ല എന്ന് തോന്നും. പിന്നീട് ചിലപ്പോൾ അലോട്ട്മെൻറ്റൊക്കെ കുറച്ച് കഴിയുന്ന സമയത്ത്, അതായത് ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളാണ് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഘട്ടങ്ങളിൽ ആദ്യം കിട്ടിയുള്ള ആ ഒരു കോളേജിൽ തന്നെ മതി, അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കോഴ്സ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് വേണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അല്ലാതെ ആ ഒരു കോഴ്സ് വേണ്ട എന്ന് കരുതി പോയിട്ട് അഡ്മിഷൻ എടുക്കാതെ ആ ഒരു സീറ്റ് നഷ്ടപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് പിന്നീട് ആ ഒരു കോഴ്സിനോട് താല്പര്യം വരുമോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് പിന്നീട് നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ കോളേജ് വേണ്ട എന്നാണെങ്കിൽ ജോയിൻ ചെയ്യേണ്ടതില്ല. അതേസമയം നിങ്ങൾക്ക് ഒരു കോളേജ് അല്ലെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്, ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു കോളേജ് തന്നെ നിങ്ങൾക്ക് മതി എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോളേജിൽ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ചില വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും, അതായത് ഇപ്പോൾ ലഭിച്ച ആ ഒരു കോഴ്സ്, അതായത് ഈ ഒരു ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു കോളേജിലാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു കോളേജ് കിട്ടി, അപ്പോൾ ആ ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ട്, എന്നാൽ വേറൊരു കോഴ്സ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് രണ്ട് രീതിയിലാണ് അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്തുകൊണ്ട് കോളേജിൽ നിന്ന് നൽകുന്ന NOC, അതായത് നിങ്ങൾ അഡ്മിഷൻ നേടുന്ന സമയത്ത് തന്നെ കോളേജിൽ കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം NOC സർട്ടിഫിക്കറ്റ് തരുമോ എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി NOC സർട്ടിഫിക്കറ്റ് തരും എന്നാണെങ്കിൽ ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്ത് NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ശേഷം പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഓപ്ഷൻസ് വെച്ച് പങ്കെടുക്കുകയും സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ ആ ഒരു കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ, അതായത് ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് ആയിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ ഒരു കോളേജ് സാറ്റിസ്ഫൈഡ് ആണ്, എന്നിരുന്നാലും അടുത്ത മറ്റൊരു കോളേജിൽ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറാൻ താല്പര്യമുണ്ട്, അങ്ങനെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, എന്നാൽ കോളേജ് നിങ്ങൾക്ക് NOC തരില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഓരോ കോളേജിൻ്റെയും താല്പര്യം, അതായത് കോളേജിന് വേണമെങ്കിൽ NOC കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കോളേജ് NOC തരില്ല എങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യം ചെയ്യാം. ഒന്ന്, ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്ത് ആ ഒരു കോഴ്സ് തന്നെ പഠിക്കാം. ഇനി അതല്ലെങ്കിൽ ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാതെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു കോളേജിൽ, അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാം. ഇനി അടുത്തതായിട്ടുള്ളത്, ചില വിദ്യാർത്ഥികൾക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള ആ ഒരു കോഴ്സ് തീരെ വേണ്ട എന്നുള്ള വിദ്യാർത്ഥികളും, അതുപോലെ ആ ഒരു കോളേജും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള വിദ്യാർത്ഥികളും, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുത്ത് ആ ഒരു അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം. അഥവാ ആ ഒരു അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് വേറെ ഏതെങ്കിലും കോഴ്സ് പഠിക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയും നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു, എന്നാൽ കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾ അടുത്ത ടോക്കൺ ഫീ പേയ്മെൻറ്റ് നഷ്ടപ്പെടുമോ? അതല്ല സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും വേറെ കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ആദ്യം അടുത്ത ടോക്കൺ ഫീ പേയ്മെൻറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളത്. നിങ്ങൾ ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും എന്നാൽ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് ഈ ഒരു ഡിസംബർ 17-ാം തീയതിക്ക് ശേഷം പിന്നീട് ഓട്ടോമാറ്റിക്കലി റദ്ദ് ചെയ്യും. പിന്നീട് നിങ്ങൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും അതിൽ വേറെ
വേറൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം അടച്ചിട്ടുള്ള ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് പുതുതായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് ആ ഒരു കോളേജിലേക്ക് LBS സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആയിരിക്കും. പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള കോളേജിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നത് നോക്കാം. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ TC, അതുപോലെ തന്നെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ +2 സർട്ടിഫിക്കറ്റ്, TCയും അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റും നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തോ, അതായത് നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏത് കോഴ്സാണ് പഠിച്ചത്, അതായത് +2ന് ശേഷം ഡിഗ്രിയോ അല്ലെങ്കിൽ PG ഒക്കെ ചെയ്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ആ ഒരു സമയത്തെ ആ ഒരു TCയും സ്വഭാവ സർട്ടിഫിക്കറ്റുമാണ് ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻസ് ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ SC ST OEC വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാത്ത OEC വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC BC OBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്, EWS വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതിൽ നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, വിഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് രേഖപ്പെടുത്തുക. അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ എടുക്കുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. ഹെപ്പറ്റൈറ്റിസ് വാക്സിനേഷൻ എടുക്കുന്നത് നിങ്ങൾക്ക് അതായത് ഈ ഒരു ബ്ലഡ് അല്ലെങ്കിൽ സ്രവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മേഖല ആയതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ നിങ്ങൾ അതായത് പഠിക്കുന്നത് കൊണ്ട് തന്നെ അതുവഴി വരുന്ന രോഗങ്ങൾ നിങ്ങൾക്ക് വരുന്ന രോഗങ്ങൾ, അതായത് മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാക്സിനേഷനാണത്. അപ്പോൾ ആ ഒരു വാക്സിനേഷൻ ഏകദേശം 2 ഡോസോളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വാക്സിനേഷൻ വിദ്യാർത്ഥികൾ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ 2 ഡോസോളം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ കോൺടാക്ട് ചെയ്ത് ഈ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണോ എന്ന് നിങ്ങൾ ചോദിക്കുക. കാരണം ചില കോഴ്സുകൾക്ക് ചിലപ്പോൾ വേണ്ടതായിട്ട് വരില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു റെസിപ്റ്റ്, നിങ്ങൾ ബാങ്ക് വഴിയാണ് അടച്ചതെങ്കിൽ ചലാൻ്റെ ആ ഒരു ബാക്കിഭാഗം, ഓൺലൈനായിട്ടാണെങ്കിൽ ഓൺലൈനായിട്ട് ലഭിച്ച ആ ഒരു റെസിപ്റ്റാണ് വേണ്ടത്. അതുപോലെ ബാങ്ക് വഴി അടച്ച വിദ്യാർത്ഥികൾ ആയിരുന്നാലും നിങ്ങൾക്കും ഓൺലൈനായിട്ട് റെസിപ്റ്റ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ കോളേജിൽ അടക്കാനായിട്ട് ബാക്കി ബാലൻസ് ഫീസോ അല്ലെങ്കിൽ PTA ഫണ്ടോ കോഷൻ ഡെപ്പോസിറ്റോ, അതുപോലെ തന്നെ ഈ ഒരു നിങ്ങളുടെ യൂണിഫോം ബുക്ക്, ഇതുപോലുള്ള ഫീസുകൾ ഉണ്ടെങ്കിൽ ആ ഒരു ഫീസുകൾ കൂടി വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ 2 ഫോട്ടോ കൂടി എടുക്കണം. അതുപോലെ തന്നെ ഫീസ് എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസും PTA ഫണ്ടും അഡ്മിഷൻ സമയത്ത് തന്നെ മുഴുവൻ തുകയും അടക്കേണ്ടതായിട്ട് വരും. കാരണം പല കോളേജും ഗഡുക്കളായിട്ട് അടക്കാനുള്ള സൗകര്യം നൽകാറില്ല. അതായത് സാധാരണ എല്ലാ കോളേജും ഗഡുക്കളായിട്ട് അടക്കാനുള്ള സൗകര്യം നൽകാറില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് താല്പര്യമില്ല, ഓൾറെഡി നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഇപ്പോൾ അടച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് റീഫണ്ട് കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. അത് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് പൂർണ്ണമായിട്ടും, അത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റും സ്പോട്ട് അലോട്ട്മെൻറ്റും ഒക്കെ വഴി അലോട്ട്മെൻറ്റ്സ് പൂർണ്ണമായിട്ട് അവസാനിച്ച ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു റീഫണ്ടിനായിട്ടുള്ള റിക്വസ്റ്റ് നൽകാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ PTA ഫണ്ട്, അതുപോലെ തന്നെ കോളേജിൽ അടക്കേണ്ട ബാക്കി പൈസ, അതുപോലെ തന്നെ യൂണിഫോം, ഹോസ്റ്റൽ, ബുക്ക്, ഈ ഒരു ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഓരോ കോളേജിലും ചിലപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ഫീസോ മറ്റു കാര്യങ്ങളോ വരുന്നുണ്ടോ എന്നുള്ളതും, അതുപോലെ അങ്ങനെ വരികയാണെങ്കിൽ ആ ഒരു ഫീസിൻ്റെ ഇനങ്ങൾ, അതായത് ഏത് വിഭാഗത്തിലാണ് ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം ചില കോളേജിൽ വിദ്യാർത്ഥികളോട് ഏകദേശം 80,000 രൂപ ഫീസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു രീതിയിൽ ഫീസ് വരുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഇനങ്ങളിലായിട്ടാണ് ആ ഒരു ഫീസ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ലഭിച്ച അലോട്ട്മെൻറ്റ് മെമ്മോ ആവശ്യമാണ്. അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന്, അതായത് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള പേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ലഭ്യമാകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ